എന്റെ പേര് ഫാത്തിമ മറു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് എന്റെ ലൈഫില് എന്താ പറയാ, ഞാനൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. പിന്നെ അതെനിക്ക് ജോബ് കിട്ടി. ആ ജോബും ഇതും കൂടെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി, മീൻസ് എഡ്യൂക്കേഷനും രണ്ടും കൂടെ, പിന്നെ 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികൾ, ഇതും ഒന്നും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയൂലെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ കുറെ ഞാൻ ക്ലാസ് ഒന്നും കേട്ടില്ല, കുറെ ഡിലേ. അപ്പം ലേണേഴ്സിന്റെ ഫാക്കൽറ്റി നമ്മളെ വിളിക്കുമല്ലോ, എന്താണ് ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്താന്ന് വെച്ചിട്ട്. അപ്പൊ ഇവർ ഓരോ തവണ വിളിക്കുമ്പോഴും എന്റെ മനസ്സിലൊരു പ്രതീക്ഷ, ആരും നമ്മളൊരു ഫോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്യണം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കുമ്പോ ഒരു എന്താ പറയാ, ഒരു ഇതായിരുന്നു, മനസ്സിലൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഇതില് അസൈൻമെന്റ് വെക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി ക്ലാസ് ഒക്കെ കണ്ടു തീർക്കാൻ നോക്കുമ്പോൾ എനിക്കൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത് ചെയ്ത് കഴിയും എന്നുള്ളത്. പക്ഷെ ഞാൻ അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ്, ഏതായാലും ചെയ്ത് നോക്കാന്നുള്ള തുടങ്ങിയിട്ടാണ്. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞപ്പം ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ 2 ദിവസം മുന്നേ വരെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. ഫസ്റ്റ് ഒരു 8 വർഷം ഗ്യാപ്പ്, ഒരു എക്സാമും ഞാനുമായിട്ട് ഒരു 8 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു, എങ്ങനെ നമ്മൾ ഇത് എഴുതും, എങ്ങനെ ആക്കുന്നുള്ളത്. ഇന്നലെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിൽ കയറിയപ്പോ മാം എങ്ങനെയാണ് എക്സാമിന് 3 മണിക്കൂർ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൽ കയറിയപ്പോഴാണ് കുറച്ചും കൂടെ മൈൻഡ് ഫ്രീ ആയതും ഒരു സമാധാനം കിട്ടിയതും. അതുവരെ എനിക്ക് പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ വൈകുന്നേരമൊക്കെ. പക്ഷെ ഒരു ഭയങ്കര ഒരു ഇതന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു വർഷം ഞാൻ എന്താ പറയാ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നിട്ട് നമുക്ക് എന്താ പറയാ ഒരു സമാധാനം കിട്ടുമല്ലോ. പക്ഷെ ഈ ഡിഗ്രി എന്ന് പറയുന്ന എല്ലാത്തിനും വേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അത് നേടാൻ കഴിയൂല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഇത്രയും ഇതായിട്ടും എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്, എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്.